The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. हरि ओम नमस्ते। गतायां कक्षायाम् अस्माभिः संस्कृतशास्त्राणि संस्कृतभाषायां विद्यमानानि शास्त्राणि कानि इति विशदतया परिचितम् आसीत्। तत्र निरुक्तम् इति एकस्य शास्त्रस्य सामान्यः कश्चन परिचयः अपि प्राप्तः आसीत्। निरुक्तशास्त्रस्य सविशेषताः काः? यस्मिन् शास्त्रे पदानाम् अर्थाः निशेषेण उच्यन्ते ते തത്ശാസ്ത്രം നിരുക്തശാസ്ത്രം ഇത്യുച്യത്തെ. ഏതൊരു ശാസ്ത്രത്തിലാണോ പദങ്ങളുടെ അർത്ഥങ്ങൾ വ്യക്തമായി പറയപ്പെടുന്നത് ആ ശാസ്ത്രത്തെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? നിരുക്തശാസ്ത്രം എന്ന് പറയും. അവിടെ പല ആചാര്യന്മാരുണ്ടായിരുന്നു നിരുക്തശാസ്ത്രത്തിൽ. ആരെഴുതിയതാണ് നിരുക്തശാസ്ത്രത്തിലെ ആദ്യത്തെ ഗ്രന്ഥം? യാസ്കാചാര്യേണ വിരചിതം അസ്തി. കഹ ഗ്രന്ഥः? यास्कनिरुक्तम् इत्येव तस्य ग्रन्थस्य नाम। एवमेव बहूनां पदानां निरुक्तरीत्या अर्थः अपि अस्माभिः दृष्टः। अद्य वयम् एकं नूतनं शास्त्रम् अधिकृत्य पठामः, गणितशास्त्रं। गणितं എന്താ? ഗണിതം മാത്സ് അല്ലേ? മാത്തമാറ്റിക്സ്. നിങ്ങൾക്കൊക്കെ മാത്തമാറ്റിക്സ് ഇഷ്ടമാണോ ദേഷ്യമാണോ? ലോകത്ത് രണ്ട് തരത്തിലുള്ള ആൾക്കാരേ ഉള്ളൂ. ഒന്ന് മാത്സിനെ ഇഷ്ടപ്പെടുന്നവർ, രണ്ട് മാത്സിനെ വെറുക്കുന്നവർ അല്ലെങ്കിൽ മാത്സിനെ ഇഷ്ടപ്പെടാത്തവർ. നിങ്ങളിതിൽ ഏത് കൂട്ടത്തിലേ പെടാം? എനിക്ക് മാത്സ് വലിയ ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾക്കോ? നമുക്ക് നോക്കാം. പക്ഷേ മാത്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ടെക്സ്റ്റ് ബുക്കിലെ മാത്സ് മാത്രമല്ല, മാത്സിന് ഒരുപാട് വിശാലമായ ആഴമുള്ള അർത്ഥങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ലോകേ വിദ്യമാനാനാം സമേഷാം ശാസ്ത്രാണാം നിദാനഭൂതം ഗണയതി ഗണിതശാസ്ത്രം. ലോകേ വിദ്യമാനാനാം, ലോകത്ത് നിലനിൽക്കുന്ന സമേഷാം ശാസ്ത്രാണാം, എല്ലാ ശാസ്ത്രങ്ങളുടെയും നിദാനഭൂതം, എല്ലാ ശാസ്ത്രങ്ങളുടെയും ഒരു ബേസിക് ആയിട്ടുള്ള സാധനമാണ് നിദാനഭൂതം ഗണയതി ഗണിതശാസ്ത്രം. ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗണിതശാസ്ത്രം. എല്ലാ ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനമാണ് ഗണിതശാസ്ത്രം. ഭാരതീയ ഗണിതശാസ്ത്രസ്യ പ്രഥമം വികസിതരൂപം ശുൽബസൂത്രേ ദ്രഷ്ടും ശക്യത്തെ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വേദത്തിലായിരുന്നു നിരുക്തത്തിൻ്റെ ആദ്യ രൂപം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ഗണിതത്തിൻ്റെയും ആദ്യ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് വേദത്തിൻ്റെ തന്നെ അനുബന്ധ ഗ്രന്ഥങ്ങളായിരിക്കുന്ന ശുൽബസൂത്രത്തിലാണ്. സൂത്രഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. അതിൽ ശുൽബസൂത്രത്തിലാണ് ഭാരതീയ ഗണിതശാസ്ത്രസ്യ പ്രഥമം വികസിത രൂപം. ഭാരതീയ ഗണിതശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ വികസിത രൂപം കാണുന്നത് എവിടെയാണ്? ശുൽബസൂത്രത്തിലാണ്. ഏതത് സൂത്രം കൽപ്പാഖ്യേ വേദാംഗേ അന്തർഭവതി. ഈ സൂത്രം കൽപ്പം എന്ന വേദാംഗത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ 6 വേദാംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദഃ. അതിൽ കൽപ്പം എന്ന വേദാംഗത്തിൻ്റെ ഭാഗമാണ് ഈ സൂത്രഗ്രന്ഥം, ശുൽബസൂത്രം എന്നീ ഗ്രന്ഥം. തത്ര കൽപ്പേ ബൗധായന, കാത്യായന, ആപസ്തംഭ, സത്യാഷാഢ, മാനവ, മൈത്രായണീ, വാരാഹ്യാദി സപ്ത ആചാര്യാണാം നാമഭി പ്രസിദ്ധാനി ശുൽബസൂത്രാണി സന്തി. അവിടെ ഈ ശുൽബസൂത്ര ഗ്രന്ഥങ്ങൾ 7 പ്രധാന ആചാര്യന്മാരാൽ രചിക്കപ്പെട്ടതൊക്കെയാണ്. ആരൊക്കെയാണ് ആചാര്യന്മാർ? ബൗധായനൻ അല്ലെങ്കിൽ ബോധായനൻ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ബൗധായനം. കാത്യായന, ആപസ്തംഭ, സത്യാഷാഢ, മാനവ, മൈത്രായണി, വാരാഹി മുതലായിട്ടുള്ള 7 ആചാര്യന്മാരുടെ പേരുകളിൽ ഈ ശുൽബസൂത്രങ്ങൾ പ്രസിദ്ധമാണ്. ജാമിതി മീൻസ് ജിയോമെട്രി. വർഗമൂല ദശാംശാദി, വർഗമൂലം എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട്, ദശാംശം
ഡെസിമൽസ് ഇത്യാദി ഗണിതവിജ്ഞാനസ്യ ഇത്തരം ഗണിതവിജ്ഞാനങ്ങളുടെ സമഗ്രാഖ്യാനം തത്രൈവ അസ്തി. ഇത്തരം ഗണിതവിജ്ഞാനത്തിൻ്റെ ഒരു സമഗ്രമായ ആഖ്യാനം, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എഴുത്ത് നമുക്ക് എവിടെ കാണാൻ കഴിയും? ഈ ശുൽബസൂത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന പല കാര്യങ്ങളും എവിടെ രൂപം കൊണ്ടതാണ്? മാത്തമാറ്റിക്സിലെ ഇവിടെ രൂപം കൊണ്ടതാണ്, ഭാരതത്തിൽ രൂപം കൊണ്ടതാണ്. നമ്മളെപ്പോഴും മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ ഭയങ്കര ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കും, ഓ ഇതൊക്കെ കണ്ടുപിടിച്ചത് ആരാണോ എന്ന്. ഇതൊക്കെ കണ്ടുപിടിച്ചത് നമ്മുടെ തന്നെ ആൻസെസ്റ്റേഴ്സാണ്. നലന്ദ തക്ഷശിലാഖ്യയോ വിശ്വവിദ്യാലയോ ഗണിത അധ്യയനസ്യ അധ്യാപനസ്യ ച പ്രാധാന്യമാസി. ഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു നലന്ദയും തക്ഷശിലയും. ഈ നലന്ദയിലും തക്ഷശിലയിലും നലന്ദ തക്ഷശില ആഖ്യയോ വിശ്വവിദ്യാലയോ, നലന്ദ തക്ഷശില എന്ന പേരുള്ള ഈ വിശ്വവിദ്യാലയങ്ങളിൽ ഗണിത അധ്യയനസ്യ അധ്യാപനസ്യ ച, ഗണിതശാസ്ത്രത്തിൻ്റെ അധ്യയനം, ഗണിതശാസ്ത്രം പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും പ്രാധാന്യമാസീത്, വളരെയേറെ പ്രാധാന്യം ഉണ്ടായിരുന്നു. ശാസ്ത്രേസ്മിൻ നിഷ്ണാതാഹ ആര്യഭട്ടപ്രമുഖാഹ ആചാര്യാഹ തത്ര ആസൻ. ഈ ശാസ്ത്രത്തിൽ അതീവ പണ്ഡിതന്മാരായിരുന്ന, ഗണിതശാസ്ത്രത്തിലെ അത്യന്ത പ്രഗത്ഭന്മാരായിരുന്ന, ലോകത്തെ എല്ലായിടത്തും ഓർക്കപ്പെടുന്ന പേരുകൾക്ക് ഉടമകളായിരുന്ന ശാസ്ത്രേസ്മിൻ നിഷ്ണാതാഹ പണ്ഡിതന്മാരായിരുന്ന ആര്യഭട്ടപ്രമുഖാഹ, ആര്യഭടൻ മുതലായിട്ടുള്ള ഗണിതശാസ്ത്രകാരന്മാർ, ആര്യഭടൻ, ഭാസ്കരാചാര്യൻ, മഹാവീരൻ, ഒരുപാട് മാത്തമാറ്റീഷ്യൻസ് ഭാരതത്തിൻ്റേതായിട്ടുണ്ട്. കേരളത്തിൻ്റെ തന്നെ ഇപ്പം നമ്മൾ പൈ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നിങ്ങളിനി പഠിക്കും, ഇപ്പം പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു. ഈ നമ്മുടെ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പൈ ഉപയോഗിക്കും. ആ പൈൻ്റെ വാല്യൂ ഇൻഡെഫിനിറ്റ് ഡെസിമൽസ് ആണ്, എത്ര കാലം ഇൻഫിനിറ്റ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ 24 ഡെസിമൽ വരെയുള്ള പോയിൻറ്റ്സ് നമ്മുടെ ഭാരതത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചത് ഒരു കേരളീയനാണ്, ഇരിങ്ങാലക്കുടക്കാരനാണ്, സംഗമഗ്രാമ മാധവ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഭാരതത്തിൽ നിന്നാണ് മാത്തമാറ്റിക്സിൻ്റെ ഒരുപാട് തത്വങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് പിന്നീട് പടർത്തപ്പെട്ടത്. അപ്പോൾ ഈ നളന്ദയിലും തക്ഷശിലയിലൊക്കെ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആര്യഭടൻ മുതലായിട്ടുള്ള പല പണ്ഡിതന്മാരും അവിടെ അധ്യാപകരായിരുന്നു. ഏതേ വിദ്വാംസഃ ഭാരതീയ ഗണിതശാസ്ത്രസ്യ മാർഗദർശകാഹ ഭവന്തി. ഈ വിദ്വാൻമാരാണ് ഭാരതീയ ഗണിതശാസ്ത്രത്തിൻ്റെ മാർഗദർശകന്മാർ. അവർ കാട്ടിയ വഴിയിലൂടെയാണ് ഭാരതത്തിലെ ഗണിതശാസ്ത്രം പിന്നീട് സഞ്ചരിച്ചത്. അതയേവ സഹ കാലഃ ഭാരതീയ ഗണിതശാസ്ത്രസ്യ സുവർണകാലഃ ഇത് വ്യവഹരിയത്തെ. അതുകൊണ്ട് തന്നെ ഈ കാലത്തിന് എന്താ പേര്? ഭാരതീയ ഗണിതശാസ്ത്രത്തിൻ്റെ സുവർണകാലം. ഇന്ത്യൻ മാത്തമാറ്റിക്സിൻ്റെ ദ ബെസ്റ്റ് എറ എന്ന് പറയുന്ന ഏതാ? അത് ഈ കാലമാണ്. ആര്യഭടൻ മുതലായിട്ടുള്ള ആചാര്യന്മാർ ജീവിച്ചിരുന്ന ആ കാലമാണ്. അസ്മിൻ വിജ്ഞാനമണ്ഡലേ ശൂന്യസ്യ ആവിഷ്കാരഃ ഭാരതീയ ഗണിതശാസ്ത്രസ്യ യോഗദാനമേവ. ഈ ഗണിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്ന് പറയുന്നത് സീറോ ആണ്. വാല്യൂ ഓഫ് സീറോ അത് കണ്ടുപിടിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സീറോ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൂന്യതയെ കണ്ടുപിടിക്കുകയാണ്. ഒരു സാധനം ഇല്ല, സീറോൻ്റെ വാല്യൂ എന്താ? ഇല്ലായ്കയാണ് അതിൻ്റെ വാല്യൂ. ആ ഇല്ലായ്കയെ കണ്ടുപിടിക്കലിലൂടെയാണ് ബാക്കി എല്ലാ മാത്സും ഡെവലപ്പായത്. അതായത് 1 + 0 = 1 എന്ന് കണ്ടുപിടിക്കുമ്പോൾ സീറോയ്ക്ക് വാല്യൂ ഇല്ല എന്ന കൺസെപ്റ്റാണ് മാത്തമാറ്റിക്സിൻ്റെ ഒരുപാട് പ്രോഗ്രസ്സിന് കാരണമായത്. ആ സീറോ കണ്ടുപിടിക്കപ്പെട്ടത് എവിടെയാണ്? ഇവിടെ. കേശാഞ്ചിത് ആചാര്യാണാം യോഗദാനം തഥാ. അതുപോലെ മറ്റ് ആചാര്യന്മാരുടെ യോഗദാനങ്ങൾ എന്തൊക്കെയാണ്? യോഗദാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആചാര്യ ആര്യഭട്ടൻ. നമ്മുടെ ആദ്യത്തെ സാറ്റലൈറ്റിന് നമ്മൾ പേര് കൊടുത്തത് ആര്യഭട്ട എന്നാണ്. എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ടായിട്ടായിരുന്നു നമ്മൾ ആ പേര് അങ്ങനെ കൊടുത്തത്. ആര്യഭട്ടൻ്റെ കാലം, ജീവനകാലം ഏതായിരുന്നു? 5ാം ശതകേ, 5th സെഞ്ച്വറി ആയിരുന്നു. ആ 5th സെഞ്ച്വറിയിൽ അദ്ദേഹത്താൽ എഴുതപ്പെട്ട ഗ്രന്ഥം ഏതാ? ആര്യഭട്ടീയം എന്ന മാത്തമാറ്റിക്കൽ ടെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെതാണ്. മഹാവീര 9ാം ശതകം 9ാമത്തെ സെഞ്ച്വറിയിൽ അദ്ദേഹം എഴുതി ഗണിതസാരസംഗ്രഹ എന്ന ടെക്സ്റ്റ്. ശ്രീപതി 11ാം ശതകേ 11ാം നൂറ്റാണ്ടിൽ ഗണിത തിലകം എന്ന പുസ്തകം എഴുതി. കാലാന്തരെ തച്ച ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രേണ തഥാ വാസ്തുവിദ്യ സഹ വൃദ്ധിമാപ. എന്നാൽ പിന്നീട് വന്ന കാലത്ത് ജ്യോതിശാസ്ത്രത്തോടൊപ്പവും വാസ്തുവിദ്യയോടൊപ്പവും, ജ്യോതിശാസ്ത്രം എന്ന് വെച്ചാൽ എന്താ? ആസ്ട്രോണമിയാണ്, ഇങ്ങനെ ആസ്ട്രോളജിയാണ്, ഇത് രണ്ടും പെടും അതിൽ.
അപ്പോൾ ഈ സ്റ്റഡീസിനോടൊപ്പം അതുപോലെ വാസ്തുവിദ്യ, ഗൃഹനിർമ്മാണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വാസ്തുവിദ്യ, അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പമൊക്കെ ഈ ഗണിതശാസ്ത്രവും വളർന്നു വന്നു എന്നാണ് പറയുന്നത്. അതായത് ലീലാവതി എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നും മാത്തമാറ്റിക്സിൽ ഒരു ലെജൻഡറി ടെക്സ്റ്റാണ് അത്. പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാസ്കരാചാര്യൻ എന്ന് പറയുന്ന ആചാര്യൻ തൻ്റെ മകൾക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്ത പുസ്തകം. നമ്മൾ ബാലരമയൊക്കെ വായിക്കില്ലേ, അതുപോലെ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ആ പുസ്തകം പോലും ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആണ്. അപ്പോൾ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പുസ്തകങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്ര ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടായിരുന്നു ഗണിതശാസ്ത്രത്തിൽ ഭാരതീയർക്ക്. അതിൽ പ്രധാനപ്പെട്ട പേരുകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ആര്യഭട്ടൻ, മഹാവീരൻ, ശ്രീപതി മുതലായിട്ടുള്ള ആചാര്യന്മാരുടെ ഒക്കെ. ഇനിയും ധാരാളം മാത്തമാറ്റീഷ്യൻസ് പഴയ കാലത്തിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ പുലികളായിട്ട് ഉണ്ടായിരുന്നു. അത് നമുക്ക് വേറെ പല വഴികളിലൂടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി ഒരു ശാസ്ത്രം കൂടി നമുക്കുണ്ട്, വാസ്തുശാസ്ത്രം. എന്താ വാസ്തുശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകൾ? വാസ്തു എന്നുള്ള പേര് തന്നെ എങ്ങനെ വന്നു നമുക്ക് നോക്കാം. വസന്തി ജനാഹ യത്ര ഇതി വാസ്തു. ജനാഹ യത്ര വസന്തി തദ് വാസ്തു. ജനങ്ങൾ എവിടെ വസിക്കുന്നുവോ അത് വാസ്തു. അതായത് നമ്മളൊക്കെ താമസിക്കുന്ന വീട് എന്ന് വേണമെങ്കിൽ പറയാം. ആ വസിക്കുന്ന സ്ഥാനം, വസിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം അടങ്ങുന്നതാണ് വാസ്തു. ഓക്കെ, തത് അധികൃത്യ യസ്മിൻ ശാസ്ത്രേ വിവൃണോതി തത് വാസ്തുശാസ്ത്രം ഇത് കഥ്യത്തെ. ഈ വാസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്നാണ്. ആ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട വർണ്ണന ഏത് ശാസ്ത്രത്തിലാണോ ഉള്ളത് ആ ശാസ്ത്രത്തെ എന്തെന്ന് പറയും? വാസ്തുശാസ്ത്രം എന്ന് പറയും. തത് അധികൃത്യ, വാസ്തു അധികൃത്യ യസ്മിൻ ശാസ്ത്രേ വിവൃണോതി, യാതൊരു ശാസ്ത്രത്തിലാണോ വർണ്ണനം ചെയ്യപ്പെട്ടിട്ടുള്ളത് തത് വാസ്തുശാസ്ത്രം ഇതി കഥ്യത്തെ. തത് ശാസ്ത്രം വാസ്തുശാസ്ത്രം ഇതി പ്രഥിതം ഭവതി. വാസ്തുശാസ്ത്ര ചർച്ചാഹ വേദേഷു ബഹുത്ര വർത്തന്തെ. ഈ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേദങ്ങളിൽ ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വാസ്തുശാസ്ത്രത്തിൻ്റെയും ഉദ്ഭവസ്ഥാനം ഇപ്പോൾ എവിടെയാണ്? വേദമാണ്. അതുകൊണ്ടാണ് വേദം എല്ലാ അർത്ഥത്തിലും എല്ലാ നാടുകളിലും എല്ലാ കാലത്തും ബഹുമാനിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മൾ പഠിച്ച ജ്യോതിഷമായിക്കൊള്ളട്ടെ, വാസ്തുവായിക്കൊള്ളട്ടെ, നിരുക്തമായിക്കൊള്ളട്ടെ, മാത്തമാറ്റിക്സ്, ഗണിതമായിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ പ്രഭവം എവിടെയാണ്? ഇതിൻ്റെയൊക്കെ റൂട്ട് എവിടെയാണ്? വേദത്തിലാണ്. അതുകൊണ്ട് തന്നെ വേദം എല്ലാ കാലത്തും ബഹുമാനിക്കപ്പെടുന്നു. വാസ്തുശാസ്ത്രത്തിൻ്റെയും ചർച്ചകൾ ആദ്യമായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? വേദത്തിലാണ്. വാസ്തുവിദ്യായാഹ ആധാരരൂപ സ്ഥാപത്യവേദ അഥർവവേദസ്യ ഉപവേദ ഇത് ഗണ്യത്തെ. വാസ്തുവിദ്യയുടെ ആധാരമായിരിക്കുന്ന സ്ഥാപത്യവേദം, വാസ്തുവിദ്യയ്ക്ക് ആധാരമായിരിക്കുന്ന സ്ഥാപത്യവേദം എന്ന ഗണത്തിൽപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ്. ആ സ്ഥാപത്യവേദം എന്ന് പറഞ്ഞാൽ തന്നെ അത് അഥർവവേദത്തിൻ്റെ ഉപവേദമാണ്. ഓരോ വേദത്തിനും ഓരോ ഉപവേദമുണ്ട്. ഋഗ്വേദത്തിന് ആയുർവേദമുണ്ട്, യജുർവേദത്തിന് ധനുർവേദമുണ്ട്. അങ്ങനെ അഥർവവേദത്തിൻ്റെ ഉപവേദമായിട്ടുള്ള സ്ഥാപത്യവേദമാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ ബേസ്. ഇനി അവിടെ എന്തൊക്കെ ഉണ്ടെന്നാണെങ്കിൽ മയമതം, മാനസാരഹ, സമരാങ്കണസൂത്രസാരഹ ഇത്യാദയ വാസ്തുശാസ്ത്ര പ്രതിപാദകാഹ ഗ്രന്ഥാഹ പ്രസിദ്ധാഹ. വാസ്തുശാസ്ത്രത്തെ പ്രതിപാദിക്കുന്ന പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ് ഇപ്പോൾ പറഞ്ഞതൊക്കെ. ഏതൊക്കെയാ? മയമതം, മാനസാരഹ, സമരാങ്കണസൂത്രസാരഹ മുതലായിട്ടുള്ള വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങൾ. ഗൃഹനിർമ്മാണ വിധിം അധികൃത്യ ശ്രീമംഗലം നീലകണ്ഠൻ മൂസത് മഹാശയേന വിരചിത മനുഷ്യാലയ ചന്ദ്രിക കേരളീയ വാസ്തുശാസ്ത്ര ഗ്രന്ഥേഷു പ്രസിദ്ധ അസ്തി. ഇനി കേരളത്തിൽ ഈ വാസ്തുശാസ്ത്രത്തിന് റൂട്ട് ഉണ്ടായിരുന്നോ എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഭാരതത്തിൽ മറ്റെവിടെ കിട്ടിയതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത വാസ്തുശാസ്ത്രത്തിന് കേരളത്തിലും ലഭിച്ചിരുന്നു. ഇന്നും വാസ്തുശാസ്ത്രത്തിൽ അതീവ പണ്ഡിതന്മാരായിരിക്കുന്ന ഒട്ടനവധി ആചാര്യന്മാർ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് വസിക്കുന്നുണ്ട്. കുറേ പേര് വാസ്തുവും വെച്ചുകൊണ്ട് കുറേ ഫ്രോഡ് കാണിക്കുന്നുണ്ട്. എന്താണ്? ആ സ്ഥാനം അവിടെ പാടില്ല, ഈ സാധനം ഇവിടെ പാടില്ല എന്നൊക്കെ ഇവരുടെ അരമുറി അറിവുകൾ വെച്ചുകൊണ്ട് പറയും. പക്ഷേ ആധികാരികമായി വാസ്തുശാസ്ത്രം പറയാൻ കഴിവുള്ള, അത് പഠിച്ചിട്ടുള്ള ഒട്ടനവധി ആചാര്യന്മാർ ഇന്നും കേരളത്തിലുണ്ട്. അപ്പം കേരളീയനായിരിക്കുന്ന ഒരാളുടെ വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഗൃഹനിർമ്മാണ വിധിം അധികൃത്യ. ഗൃഹനിർമ്മാണ വിധി, വീടുണ്ടാക്കുന്നതിൻ്റെ വിധി, വീട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ശ്രീമംഗലം നീലകണ്ഠൻ മൂസത് മഹാശയേന വിരചിത, ശ്രീമംഗലം നീലകണ്ഠൻ മൂസത് എന്ന അദ്ദേഹം എഴുതിയ മനുഷ്യാലയ ചന്ദ്രിക എന്ന പേരുള്ള ആ ഗ്രന്ഥം കേരളീയ വാസ്തുശാസ്ത്ര ഗ്രന്ഥേഷു പ്രസിദ്ധാസ്തി. ആ ഗ്രന്ഥം വളരെ പ്രശസ്തമാണ്. എവിടെ? കേരളീയ വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമാണ് ശ്രീമംഗലം നീലകണ്ഠൻ മൂസത്തിൻ്റെ
മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം. അവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഭൂമി ലക്ഷണം, ഭൂമിയുടെ ലക്ഷണം. ഇപ്പം നമ്മൾ വീട് കെട്ടാനായിട്ട് സ്ഥലം വാങ്ങിക്കുമല്ലോ, ആ സ്ഥലം വാങ്ങിക്കുന്ന, ഇപ്പം നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങിച്ചു, ഒരു 5 ഏക്കർ സ്ഥലമുണ്ട് അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലമുണ്ട് എന്ന് വിചാരിക്കാം. നമുക്ക് ചിലപ്പോൾ 5 സെൻറ്റേ ഉണ്ടാവുള്ളൂ, 1 ഏക്കർ ഉണ്ടാവും. എന്താണെങ്കിലും ആ സ്ഥലത്തിൻ്റെ ലക്ഷണം, ആ സ്ഥലത്തിൽ മണ്ണ് പരിശോധിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ആ സ്ഥലം മുമ്പ് എന്തായിരുന്നു എന്ന് പറയാൻ പറ്റും. അതുപോലെ ഇപ്പോൾ 4 ദിക്കുകളാണല്ലോ നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അതിലേതെങ്കിലും ഒരു ദിക്കിലോട്ട് അതിന് കൂടുതൽ ഉയർച്ചയുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവിടെ വസിക്കുന്ന ആൾക്ക് എന്തൊക്കെ മാറ്റം സംഭവിക്കാം എന്നുള്ള ഗണനകളൊക്കെ ചെയ്യും. പരിസ്ഥിതി വിചാര, ചുറ്റുപാടുകൾ എങ്ങനെയായിരുന്നു എല്ലാം നോക്കി പറയാൻ പറ്റും. ആ ഭൂമിയിൽ നിന്ന് വെള്ളം കിട്ടുമോ എന്നൊക്കെ നോക്കി പറയാൻ പറ്റും. പരിസ്ഥിതി വിചാര ഇത്യാദീനി ഗ്രന്ഥേസ്മിൻ യഥാവസരം വിവരണോതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഗ്രന്ഥത്തിൽ യഥാവസരം ഓരോ അവസരത്തിലായിട്ട് വിവരണോതി വർണ്ണിക്കപ്പെടുന്നുണ്ട്. അന്യൈരപി ആചാര്യൈഹി കാലാനുസാരം പരിഷ്കൃത ഭാരതീയ വാസ്തുവിദ്യ പരിസ്ഥിതിരനുകൂലാം ആവാസവ്യവസ്ഥാം ആവിഷ്കർത്തും സർവഥാ ഉപകരോതി. ഇനി ശ്രീമംഗലം നീലകണ്ഠം മുസദ് മാത്രമല്ല, ധാരാളം വാസ്തുവിദ്യ ആചാര്യന്മാരുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത്തരം ആചാര്യന്മാരാലും കാലാനുസാരം പരിഷ്കൃത, ഓരോ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം പഴയ കാലത്ത് ഒരാളുടെ വീട് എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത് അതേപോലെ ഈ കാലത്തും വീട് നിർമ്മിക്കപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ജീവിത രീതി മാറി, ആവശ്യങ്ങൾ മാറി. അതിനനുസരിച്ച് വാസ്തുശാസ്ത്രത്തിലും ഒരല്പം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും സ്പർശിക്കാതെ പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചെറിയ ചില മാറ്റങ്ങളൊക്കെ, പരിഷ്കാരങ്ങളൊക്കെ അതിലും സംഭവിച്ചിട്ടുണ്ട്. അത്തരം പരിഷ്കാരങ്ങളിലൂടെ ഭാരതീയ വാസ്തുവിദ്യ, ഈ ഭാരതീയമായിരിക്കുന്ന വാസ്തുവിദ്യ പരിസ്ഥിതിരനുകൂലാം ആവാസ വ്യവസ്ഥാം ആവിഷ്കർത്തും, പരിസ്ഥിതിക്ക് അനുകൂലമായിരിക്കുന്ന ആവാസ വ്യവസ്ഥയെ ആവിഷ്കരിക്കുന്നതിന് സർവഥാ ഉപകരോതി, എല്ലാ അർത്ഥത്തിലും എല്ലായ്പ്പോഴും ഉപകരിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമ്മളിതിൽ നിരുക്തം എന്ന ശാസ്ത്രത്തെ പരിചയപ്പെട്ടു, ഗണിതം എന്ന ശാസ്ത്രത്തെ പരിചയപ്പെട്ടു, വാസ്തു എന്ന ശാസ്ത്രത്തെ പരിചയപ്പെട്ടു. ഇനി ഇതല്ലാതെ ധാരാളം ശാസ്ത്രങ്ങളില്ലേ? ആയുർവേദം ഭാരതത്തിൻ്റെതായിട്ടുണ്ട്, സംഗീത പരമ്പര ഭാരതത്തിൻ്റെതായിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി ശാസ്ത്രങ്ങൾ ഭാരതത്തിൻ്റെതായിട്ടുണ്ട്. ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ വേദത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ വേദം എന്ന് പറയുന്ന ആ ഗ്രന്ഥ പരമ്പര, അത് ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പോരാ, അതൊരു അറിവിൻ്റെ ഭണ്ഡാരമാണ്, അത് നിറച്ച അറിവാണ്. അത് മനസ്സിലാക്കി തരുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഈ പാഠം നിങ്ങളെ പഠിപ്പിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യും. പഠന പ്രവർത്തനാനി കേനചിത് ആചാര്യേണ സഹ ശാസ്ത്രവിഷയം അധികൃത്യ അഭിമുഖ സംഭാഷണം കൃത്വ ലഘു ടിപ്പണിയും ലിഖതു എന്നാണ്. ഒരു ആചാര്യനുമായിട്ട് ഈ ശാസ്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖ സംഭാഷണം ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഈ ആചാര്യനെ തപ്പിപ്പോകാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സിംപ്ലി നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു മൂത്താശാരി ഉണ്ടോ നോക്കാം. അതായത് ഒരു വീടൊക്കെ വെക്കുമ്പോൾ കുറ്റി അടിക്കുന്ന ഒരാളുണ്ടാവില്ലേ, മൂത്താശാരി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹം ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കാം. അദ്ദേഹത്തിന് വാസ്തുവിദ്യയുടെ ബേസിക്സ് ഉറപ്പായിട്ടും അറിയും. കാരണം അവരെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇനി സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യം ഇത് തന്നെ അറിയണമെന്നില്ല, ആയുർവേദവുമായി ബന്ധപ്പെട്ട കാര്യം, ഏതെങ്കിലും ഒരു ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ നടത്താവുന്നതാണ്. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ നടത്തുകയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ അത് ഉൾപ്പെടുത്താനും കൂടി കഴിയും. വിവിധ ശാസ്ത്രഗ്രന്ഥാനാം ഗ്രന്ഥകാരാണം ച നാമാനി സമാഹൃത്യ വിവിച്യ സംപുടം നിർമ്മാതും. വിവിധ ശാസ്ത്രഗ്രന്ഥങ്ങളുടെ അതിൻ്റെ ഗ്രന്ഥകാരന്മാരുടെയൊക്കെ പേരുകൾ കണ്ടെത്തിയിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കാനാണ് പറയുന്നത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം അവസാനം ചെയ്യാനുണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. അതുപോലെ മൂന്നാമത്തെ പ്രവർത്തനമായിട്ട് നൽകിയിട്ടുള്ള യസ്യ പദസ്യ നിർവചനം ഇതി വിജ്ഞായ കോഷ്ടതഃ അനുയോജ്യം പദം ചിത്വ പട്ടികാം പൂരയതു. അവിടെ ഒരു ബോക്സിൽ ധാരാളം വാക്കുകൾ നൽകിയിട്ടുണ്ട്. നാരദഃ, പങ്കജം, ആചാര്യ, ശാഖ തുടങ്ങിയ വാക്കുകൾ. അതിന് താഴെയായിട്ട് എല്ലാ പദത്തിൻ്റെയും പല പദങ്ങളുടെയും നിർവചനം എന്ന് വെച്ചാൽ ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണോ നിരുക്ത ശാസ്ത്രത്തിൽ പറയാറുള്ളത് അതുപോലെ തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ആചാരം ഗ്രാഹയതി എന്നൊരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. ആചാരം ഗ്രാഹയതി ആരായിരിക്കും? ആചാര്യ ആണ്. നാരം ദദാതി, നാരം ദദാതി നാരദഃ ആണ്. അതുപോലെ പയസാ സംസ്കൃതം ഇതി ഇഹ ആസ കേ ഷേതേ ഹിമം അസ്തി അസ്മിൻ ഈശ്വരസ്യ ഭാവഃ പങ്കേ ജാതം തുരേണ ഗച്ഛതി ഉന്നതസ്യ ഭാവഃ പാദേന പിപതി ആകാശേ ശേതേ ഖേ ശേതേ ഇത്യാദി
പദാനി തത്ര ദത്താനി സന്തി ഇത്യാദീനി പദാനി തത്ര വർത്തന്തെ തേഷാം പദാനാം ഏകം പദം തത്ര കോഷ്ടകേ അപ്പി ദത്തമസ്തി തദ്ദൃഷ്ട്വാ ഭവന്തഃ അത്ര ലിഖിതും ശക്നുവന്തി. ഓക്കെ, ഇനി അവസാനത്തെ കാര്യം, മഞ്ജുഷയിൽ നിന്ന് ഒരു വാക്കെടുത്തുകൊണ്ട് നമുക്ക് ആ പട്ടിക പൂരിപ്പിക്കാനാണ്. ഓരോ ശാസ്ത്രത്തിൻ്റെയും ആചാര്യന്മാരെയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഗണിതശാസ്ത്രത്തിൻ്റെ ആചാര്യന്മാർ ആരൊക്കെയാണ് എന്ന് നിങ്ങൾ അതിൽ നിന്ന് ഗണിതം എന്നുള്ള കോളത്തിന് താഴെ എഴുതണം. വാസ്തുശാസ്ത്രത്തിൻ്റെ ആചാര്യന്മാരെ അതിന് താഴെ, നിരുക്തത്തിൻ്റെ ആചാര്യന്മാരെ അതിന് താഴെ. ഇതിൽ ആരുടെയെങ്കിലും പേര് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ എന്നെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഗൂഗിൾ ദേവതയോട് ചോദിക്കുക. ഗൂഗിളിന് എല്ലാം അറിയാം. ഓക്കെ, അപ്പോൾ ഗൂഗിളിനോട് ചോദിച്ചിട്ടായാലും നിങ്ങൾക്കത് ഉത്തരം എഴുതാവുന്നേ ഉള്ളൂ. ഇതല്ലാത്ത ഗണിതശാസ്ത്ര പണ്ഡിതന്മാരുടെ പേര്, വാസ്തുശാസ്ത്ര പണ്ഡിതന്മാരുടെ പേര്, നിരുക്തശാസ്ത്ര പണ്ഡിതന്മാരുടെ പേരൊക്കെ നിങ്ങൾക്ക് പല അറിവിൻ്റെ മേഖലകളിൽ നിന്ന് ലഭ്യമാകും. അത്തരം അറിവുകൾ കൂടി കണ്ടെത്തി അതിൽ രേഖപ്പെടുത്തണം. അതോടുകൂടി നമ്മുടെ 8ാമത്തെ പാഠം അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ആത്മബോധോ വിമുക്തയെ എന്ന പാഠഭാഗത്തിൽ 3 മഹാത്മാക്കളുടെ ജീവചരിത്രങ്ങളാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വർക്കുകൾ തന്നിട്ടുണ്ട്, ആ വർക്കുകൾ ചെയ്യാം. ഗണിതശാസ്ത്രത്തെ പറ്റിയും വാസ്തുശാസ്ത്രത്തെ പറ്റിയും കൂടുതൽ അറിയാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. രാം രാം.